ഉസ്താദെ, നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ഉസ്താദുമാരേറ്റവും ആലിമുകളേറ്റവും അജ്മീറിലേക്ക് സിയാറത്തിന് വരാറുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു സിയാറത്ത് നടന്നത് ഭയങ്കര വലിയൊരു സിയാറത്ത്, 10,000 ജനങ്ങളത്തോളം ഉണ്ട് അടങ്ങിയ സിയാറത്ത്. അത് ഹൗസിലാവുന്ന പക്ഷേ ഷെറുബാനിൻ്റെ പേരക്കുട്ടിയുമായിട്ടുള്ള ഒരു വലിയ സിയാറത്താണ് നടന്നത്. എന്താണ് ആ കേരളത്തിൽ നിന്ന് വരുന്ന ആലിമ്യങ്ങളുടെ ആ സിയാറത്തും ഇപ്പോൾ ഈ ഹൗസിലാവുന്ന അതായത് പേരക്കുട്ടിയുടെ സിയാറത്ത് ആ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് വിശദീകരിച്ചാൽ. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ കേരളത്തിൽ സിയാറത്തിൻ്റെ കുറവില്ല. ധാരാളം പല മസാറുകളിലേക്കും പല ഉന്നതന്മാരായിരിക്കുന്ന ഔലിയാക്കളുടെ ഹദ്റത്തിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം ആലിമീങ്ങളും സാധാരണക്കാരും സിയാറത്തിന് പോവാറുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് വരീബ് നവാസ് ഖാജ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദ്റത്തിലേക്കും സാധാരണ ആലിമീങ്ങളും അല്ലാത്തവരൊക്കെ സിയാറത്തിന് വരാറുണ്ട്. പക്ഷേ നമ്മുടെ സിയാറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ഖുത്ബുൽ മശായിഖ്. ഇവർ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ദീൻ പഠിപ്പിക്കാറുണ്ടല്ലോ. ധാരാളം കോളേജുകളുണ്ട്, ധാരാളം ആലിമീങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ എല്ലാ കോളേജുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ഇസ്ലാമി ഈമാന് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിപൂർണ അവസ്ഥ ഇല്ലെങ്കിലും ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ദീൻ കൊണ്ടുവന്നത് വെറും ഇസ്ലാം മാത്രമല്ല, അല്ലെങ്കിൽ ഈമാൻ മാത്രമല്ല, അതിലും ഉന്നതമായി ഇഹ്സാനി എന്ന് പറയുന്നൊരവസ്ഥ. ബഹുമാനപ്പെട്ട നമുക്കറിയാം, സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഇങ്ങനെ ഏതൊക്കെ ഹദീസുകളുടെ കിതാബുകളുണ്ടോ ആ കിതാബുകളിലൊക്കെ സ്ഥലം പിടിച്ച ഹദീസാണ് ഹദീസ് ജിബ്രീൽ. ഇത് അറിയാത്ത ഒരു ആലിമില്ല. എല്ലാ ആലിമുകൾക്കും ഈ ഹദീസ് അറിയാം. ഈ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിൽ ബഹുമാനപ്പെട്ട ദഹിയത്തുൽ കൽബ് എന്ന് പറഞ്ഞ പുണ്യ സ്വഹാബി, ആ സ്വഹാബിയുടെ കോലത്തിൽ ബഹുമാനപ്പെട്ട മുഖറബായിരിക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരത്തിരുന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ വിശദീകരിക്കണില്ല. ഇസ്ലാമിനെ കുറിച്ച്, ഈമാനെ കുറിച്ച്. പിന്നെ അടുത്ത ചോദ്യം ഇഹ്സാൻ എന്താണ് ഹബീബേന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനെ ഈ ഹദീസിനെ പറ്റി ബഹുമാനപ്പെട്ട ഖുർത്തുബി റഹിമഹുല്ലൊക്കെ പറഞ്ഞത് ഹദീസ് സുന്ന, ഇത് ഉമ്മു സുന്ന അഥവാ ഹദീസുകളുടെ ഉമ്മയാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിലുള്ള ഫാത്തിഹ, ആ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ കിതാബ് എന്ന് പറയാം. കാരണം പരിശുദ്ധ ഖുർആനിലുള്ള എല്ലാം അടങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്നതുപോലെ തന്നെ ഹദീസുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു പ്രത്യേക ഹദീസാണ് ഈ ഹദീസ് ജിബ്രീൽ. ആ ഹദീസിൽ നിന്നാണ് മറ്റുള്ള ഹദീസുകളൊക്കെ പിന്നെ വിശദീകരിച്ച് പോകുന്നത് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം മുഹദ്ദിസീങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇഹ്സാന് നമ്മുടെ കേരളത്തിൽ ഉലമാക്കളുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് ചർച്ച ചെയ്യുന്നതായിട്ട് ധാരാളം ആലിമീങ്ങളുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരൊന്നും ഇഹ്സാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ മനസ്സിലായിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 21ാമത്തെ പേരക്കുട്ടിയാണ് നൂറുൽ മശായിഖ് അഥവാ നൂറ് ഷാ തങ്ങൾ. അവരുടെ മദദ് ഫൈദാർ കൂടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവർ ഇസ്ലാമി ഈമാന് ഇഹ്സാന് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വന്നത്. അവരുടെ അതേ തലമുറയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ മശായിഖ്, അവരുടെ മകൻ. അവരും ഇത് വളരെയധികം വിശാലമായിട്ട് ചർച്ച ചെയ്തു. അവരുടെ അതേ പരമ്പരയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഷംസുൽ മശായിഖ്. അവരും ഇഹ്സാനിൻ്റെ പാടും ഇഹ്സാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടുത്തെ മുരീദന്മാർക്ക് പടിപടിയായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എത്തരത്തിൽ ഇത് ബഹുമാനപ്പെട്ട വരീബ് നവാസ് ഖാജ റളിയല്ലാഹു അൻഹു അവരുടെ മുരീദന്മാർക്ക് എടുത്ത ഇൽമുകളാണ്. അതിന്ന് നാട്ടിൽ ചർച്ചല്ല. അത് ശരിക്ക് ആരാണ് റബ്ബ്, ആരാണ് അള്ളാഹു, ഇത് ശരിക്ക് മനസ്സിലാക്കി കൊടുത്ത് തൻ്റെ മുരീദന്മാരെ
ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൽ നിന്ന് എന്താണോ മനസ്സിലാക്കിയത് അതേപടി തൻ്റെ മുരീദന്മാരെ ശരിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ബഹുമാനപ്പെട്ട ഔലിയാക്കൾ അവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് സാധാരണക്കാരൊക്കെ ചോദിക്കുന്നത് ദുനിയാവിൻ്റെ പ്രശ്നങ്ങളും ദുന്യവിയായ വിഷയങ്ങളൊക്കെ ചോദിക്കേണ്ടതല്ല. പക്ഷേ സത്യത്തിൽ ഇവിടെ എന്താണ് ചോദിക്കേണ്ടത്? അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? അള്ളാഹുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ഖൽബ് എന്ന് പറഞ്ഞാൽ അത് വിശാലമായ ലോകമാണ്. അതിലൊരുപാട് രോഗങ്ങളുണ്ട്. അംറാദുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ. അത് ശരിക്കും നമ്മുടെ ഈമാനിനെ തടയും. ആ ഈമാനിനെ തടയുന്ന ഖൽബിൻ്റെ രോഗങ്ങളൊക്കെ പതുക്കെ പതുക്കെ നീക്കിയിട്ട് തൻ്റെ അമ്മാറത്ത് നഫ്സ്, ലവ്വാമത്ത് നഫ്സ്, ഇങ്ങനെ ഒരുപാട് ദുർഗുണങ്ങളുണ്ട്. മനുഷ്യൻ പറയുന്നത് മാത്രമല്ല, മനുഷ്യന് വിശാലമായ ഖൽബുണ്ട്, വിശാലമായ റൂഹുണ്ട്, അതിലപ്പുറണ്ടൊക്കെ ഉണ്ട്, ഒക്കെ മനസ്സിലാക്കാനുണ്ട്. ഏതായാലും ഇതൊക്കെ ശരിക്കും ലെവലാക്കുന്ന രീതിയായിരുന്നു ബഹുമാനപ്പെട്ട വലിയ നവാസ് ഖാജ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സ്ഥാനം കിട്ടിയത്. അല്ലാതെ വെറും ദിക്ർ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ധർമ്മം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹജ്ജ് ചെയ്തുകൊണ്ടൊന്നല്ല മാത്രമല്ല പ്രത്യേകത കിട്ടിയത്. ഇവരെന്ത് ചെയ്തു? ഇഹ്സാൻ മനസ്സിലാക്കി അത് ശരിക്ക് തൻ്റെ ഷെയ്ഖാവുന്ന ഉസ്മാനുൽ ഹാറൂനി എന്നവരോടുകൂടെ 20 വർഷം സാഹസിച്ചിട്ട് എല്ലാം കരസ്ഥമാക്കിയിട്ടാണ് ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ ഒന്നാണത്. അല്ലാഹു തആലയുടെ ഫضലാണ്. ആ ഫضലുമായി ബന്ധപ്പെട്ട് കസ്ബ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നേടിയെടുത്ത ഉന്നത അവസ്ഥയാണിത്. അതാണ് ബഹുമാന സ്വഹബത്ത്. അതാണ് സ്വഹാബത്ത് നേടിയെടുത്തത്. ബഹുമാനപ്പെട്ട സ്വഹാബത്തൊന്നും അങ്ങനെ ഒരുപാട് ചൊല്ലിപ്പടിച്ചവരൊന്നുമല്ല. അവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ധാരാളം ഇൽമുകൾ കരസ്ഥമാക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ പകർത്തുകയും തൻ്റെ അമ്മാറത്ത് നഫ്സിൻ്റെ ദുർഗുണങ്ങളെയും ലവ്വാമത്തിനെയൊക്കെ ശരിക്ക് സ്ഫുടം ചെയ്തുകൊണ്ട് ശരിക്ക് ഖൽബ് തെളിയിച്ചവരാണവർ. അതേ ഒരു പാതയാണ് ബഹുമാനപ്പെട്ട മശായിഖന്മാർ. ആ ഒരു പരമ്പരയിലൂടെയാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ശംസുൽ മശായിഖ്. അതാണ് അവരുടെ സിയാറത്ത്. അവരുടെ സിയാറത്തിന് പ്രത്യേകത അവർ കുറേ ചൊല്ലിപ്പറയാനല്ല, അവർ ശരിക്ക് ഖൽബ് ശരിക്ക് റബ്ബിലേക്ക് മുന്നിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കുറഞ്ഞത് ചോദിച്ചാൽ തന്നെ അള്ളാഹുത്തിനെല്ലാം കൊടുക്കുന്ന അവസ്ഥയാണ്. ഇന്നത്തെ നമ്മുടെ സിയാറത്ത് എത്ര റാഹത്തും എത്ര സന്തോഷവുമാണ്. നമുക്ക് കുറേ ചൊല്ലിപ്പറയാനല്ലല്ലോ. അത് അതുപോടുകൂടെ ശരിക്ക് ബഹുമാനപ്പെട്ട ആ വലിയപ്പയുടെ ആ സാമീപ്യത്ത് ശരിക്ക് മനസ്സ് അള്ളാഹുലേക്ക് മാത്രം കൊടുത്തുകൊണ്ട് വിധന്മാരൊക്കെ അതിലേക്ക് പാകപ്പെടുത്തിയുള്ള സിയാറത്ത് അത് വലിയ ഖുശിയും സന്തോഷവുമാണ് നമുക്ക് ഉണ്ടാകുക. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അതാണ് അതും ഇതുമായിട്ടുള്ള മാറ്റം. മറ്റെന്താ വെച്ചാലും ഒരിതം മറ്റുള്ള ഈ സിയാറത്തിന് വരുന്നവർക്ക് ഈ ഈമാനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ മറ്റുള്ള തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരവസരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ ഒരു സിയാറത്താണ് ചെയ്യും. പിന്നെ അവർ ഏതൊരു തോന്നിവാസം ചെയ്യുന്നതെന്നല്ല എങ്കിലും അവർ എന്തുണ്ട് നിസ്കാരമുണ്ട്, പക്ഷേ അതോടുകൂടെ തന്നെ തിന്മകളും ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അതല്ല ഇവരുടെ പ്രത്യേകത എന്ന് പറയാതെ മാത്രമല്ല ഇവരെന്ത് ചെയ്ത് തിന്മകളിൽ നിന്ന് എന്തുണ്ട് ജനങ്ങളെ കണ്ടുപിടിച്ചവർ, മോശപ്പെട്ട് ജീവിച്ച ആളുകൾ, തമ്മാടിത്തം ചെയ്ത ആളുകൾ അവരൊക്കെ എന്തുണ്ട് അവരൊക്കെ നന്നാക്കിയെടുത്ത് അത് തൗബ ചെയ്യിപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രീതിയാണ് ശൈഖന്മാരുടെ രീതി. അത് അവസാനിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹിലൂടെ ആ പരമ്പരയിലൂടെ ഖാജ റളിയല്ലാഹു അൻഹുവിലൂടെ ഖിയാമത്ത് വരെ ഇത് അള്ളാഹു തആല നിലനിർത്തും. അപ്പോൾ അതിൽ 23ാമത്തെ പേരക്കുട്ടിയുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അവരുടെ സിയാറത്ത് വലിയ രാവിലെ വലിയ ഒരു എത്രയോ ജനങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യമായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാം ഒരു നിശബ്ദതയോടുകൂടെ അവരൊക്കെ ഖാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖാദിമികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവരും എന്ത് ചെയ്തു ഷെയ്ഖുനാൻ്റെ സിയാറത്തിലൊക്കെ പങ്കെടുത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റു സാധാരണ നമ്മൾ വന്നാൽ അവരൊന്നും പങ്കെടുക്കൂല. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു ഷെയ്ഖുനാൻ്റെ ആ സിയാറത്തിൽ പങ്കെടുത്തവരൊക്കെ ഷെയ്ഖുനാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു സിയാറത്താണ് നമ്മൾ കണ്ടത്. അല്ലാഹു തആല ആ വ്യത്യാസമുണ്ട്. അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവർക്കറിയാം അവർക്കറിയാം. കാരണം അവരുടെ പരമ്പരയിൽ ജീവിച്ച ആ ഷെയ്ഖന്മാരുടെ അതേ രീതി തുടർന്നു പോരുന്ന ഒരു സംഗതിയാണ് ഇവർ എന്തുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു രീതിയൊന്നും നമ്മൾ മറ്റുള്ള സിയാറത്തിലൊന്നും കണ്ടിട്ടില്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കാരണക്കാർ നമ്മുടെ ഉസ്താദാണ്, നമ്മുടെ പൊന്നാനിത്തെ ഉസ്താദാണ്. നമ്മളെന്ത് ചെയ്ത് നമ്മൾ പല രീതിയിലും പല സംഘടനകളിലും പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അതിനൊക്കെ നമ്മളെന്ത് ചെയ്ത് ഇപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, അതൊന്നും മോശമാണെന്നല്ല നമുക്ക് അഭിപ്രായം. പക്ഷെ നമുക്കതില്ല. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞത് എവിടുന്നും കിട്ടിയിട്ടില്ല. അതെന്ത് ചെയ്തു ഈ ഷെയ്ഖന്മാരിലൂടെയാണ്, ഉസ്താദിലൂടെ നമ്മുടെ ഷെയ്ഖുനയിലൂടെ നമുക്കത് കിട്ടി. വലിയ സന്തോഷമാണ് നമുക്കുള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. മനസ്സിലായല്ലോ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.